വന്നിട്ടുണ്ട് ജാനുവരി ട്രാൻസ്ഫർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ജാനുവരി ട്രാൻസ്ഫർ. അതെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ജാനുവരി ട്രാൻസ്ഫർ ആണ് നടന്നിരിക്കുന്നത്. സമാധാനായി. ആളാരാ? പ്രബീർ ദാസ് ആണ് നമ്മുടെ ആദ്യത്തെ ജാനുവരി ട്രാൻസ്ഫർ. പ്രബീർ ദാസാ? പുള്ളി അല്ലെങ്കിൽ ഇവിടെയുള്ള പ്ലെയർ അല്ലേ? അതെ, പക്ഷെ പുള്ളി നമ്മൾ മുംബൈയിലേക്ക് ലോണിൽ വിട്ടു. അതും ഒരു ജാനുവരി ട്രാൻസ്ഫർ ആണല്ലോ. ഇത് സാരപ്പിടി. ഇതെങ്ങനെയാടാ മോനെ സന്തോഷ വാർത്തയാകുന്നത്? ഇപ്പൊ അങ്ങനായ എടാ, നിനക്കൊക്കെ ആയിരുന്നില്ല പരാതി, പുള്ളിയെ വെറുതെ ബെഞ്ചിലിരുത്തുകയാണ്, അവസരമൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവസരം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പാക്ക് ചെയ്തു. അപ്പൊ വാസ്തവത്തിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ല, അപ്പൊ ഇങ്ങോട്ട് ആരും വരുന്നില്ലേ? ഇങ്ങോട്ട് റൈറ്റ് ബാക്ക് എന്തായാലും സന്ദീപിന്റെ കുത്തിയായ സ്ഥിതിക്ക് ആരെ കൊണ്ടുവന്നാലും നമ്മൾ അവരെ ബെഞ്ചിലിരുത്തും. അപ്പൊ പിന്നെ ബെഞ്ചിലിടുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ അധികം പൈസ ഒന്നും കൊടുക്കാണ്ട് ചെറിയ വിലക്ക് കിട്ടാനുള്ള ഒരു വകുപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. അത് ഉടൻ കൊണ്ടുവരും, ടെൻഷൻ അടിക്കണ്ട. സൂപ്പർ. അല്ല, അപ്പൊ കോച്ചോ? കോച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്ന് ഈ ടീമിനെയൊക്കെ ഒന്ന് പഠിച്ച് വന്ന് കളിച്ച് ജയിക്കുമ്പോഴേക്ക് ഈ സീസൺ അങ്ങ് തീരും. അപ്പൊ അതൊരു നഷ്ടക്കച്ചവടമല്ലേ? നമുക്ക് ഈ സീസൺ ഇങ്ങനെ പോട്ടെ. പിന്നെ എന്ത് പുഴുങ്ങാനാടാ ഉണ്ടായിരുന്ന കോച്ചിനെ കൂടെ പുറത്താക്കിയത്? അത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പ്ലെയേഴ്സ് ആണോ കോച്ചാണോ പ്രധാന പ്രശ്നം എന്ന്. കോച്ചിനെ പുറത്താക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, കോച്ചല്ല പ്ലെയേഴ്സ് ആണ് പ്രശ്നം. എന്നാ ഫോർ യുവർ ഇൻഫർമേഷൻ, പ്ലെയേഴ്സും അല്ല മാനേജ്മെന്റ് തന്നെയാണ് പ്രശ്നം. ആണല്ലോ. എന്നാ കേട്ടോ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു 1-2 ജാനുവരി ട്രാൻസ്ഫറുകളൂടെ നടക്കും. ഈ അമാവിയെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്ക് വേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് ആരൊക്കെയോ ഇവിടെ പറയുന്നത് കേട്ടു. അപ്പോൾ പുള്ളിയെ കൂടെ നമ്മൾ അവസരം കിട്ടുന്ന വല്ല ക്ലബ്ബുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് നമുക്ക് വലുത്. എല്ലാം ഉടൻ സെറ്റാക്കി തരാം. നമസ്കാരം, ഏവർക്കും ഡോണിസ് ക്ലാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പുതുവർഷം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനൊരു ട്രാൻസ്ഫർ വാർത്ത കേട്ടിട്ടാണ്. ഇത്രയും ക്രിറ്റിക്സും പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടും മോശത്തിൽ നിന്നും മോശത്തിലേക്കാണ് നമ്മുടെ ക്ലബ്ബ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഒരു നേട്ടം കൈവരിക്കാൻ വളരെ വളരെ ചെറിയ സാധ്യത മാത്രമാണ് ഉള്ളത്. കാരണം ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന എതിരാളികളുടെ പേര് വായിക്കുമ്പോൾ തന്നെ അതിന് ഉത്തരം കിട്ടും. വാട്ടെവർ, അടുത്ത മത്സരം പഞ്ചാബ് എഫ്സിയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ സീസണിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് പഞ്ചാബ് എഫ് സി ഇപ്പൊ നിൽക്കുന്നത്. തുടർച്ചയായി 3 മത്സരങ്ങളിൽ തോറ്റു നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, അടുത്ത മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്ക് ഒരു വിദേശ താരം മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാകുക. അതായത് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയുടെ മുന്നേറ്റ നിര താരമായിട്ടുള്ള എസിക്കൽ വിഡലിന് റെഡ് കാർഡ് കിട്ടിയതും അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ ആയിട്ടുള്ള ലൂക്ക മാച്ചിന് 4 യെല്ലോ കാർഡ് സസ്പെൻഷൻ കിട്ടിയതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇവർ രണ്ടുപേരും കളിക്കാനുണ്ടായില്ല. കൂടാതെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഫിലിപ്പും ഡിഫൻഡർ നോവോ സെലച്ചും ഇഞ്ചേർഡ് ആണ്. സോ ആ ഒരു സാഹചര്യത്തിൽ അസ്മിർ സുൽജിക് എന്ന ഏക വിദേശ താരം മാത്രമാണ് പഞ്ചാബ് എഫ് സിക്ക് ഇപ്പോൾ ഉള്ളത്. സോ അപ്പാർട്ട് ഫ്രം ദീസ്, കുറച്ച് യങ് ഇന്ത്യൻ ടാലൻസിന്റെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാത്രമായിരിക്കും പഞ്ചാബ് എഫ് സി ഈ ഒരു മത്സരത്തെ കാണുന്നത്. ബേസിക്കലി പഞ്ചാബ് എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ ലെഗിൽ പരാജയപ്പെടുത്തിയതാണ്. സോ സീസണിൽ ഒരു ഡബിൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹീസസ് ജിമിനസ് എന്ന ഫോറിൻ പ്ലെയറിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവൈലബിൾ ആണ്. വലിയ അഡ്വാൻറ്റേജിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ടും തോറ്റാൽ ഈ സീസണിൽ ഇനി ഒരു പുതിയ കോച്ചിനെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. രാഹുൽ KP, അമാവിയ തുടങ്ങിയവരെല്ലാം ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷന് വേണ്ടി 3 ആളിന്റെ കടിപിടി ഉണ്ടായിരുന്നു. ഐബാൻ, പ്രബീർ, സന്ദീപ് സിംഗ്. അതിൽ പ്രബീറിനെ നമ്മൾ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഐബാനും സന്ദീപും ആയിരിക്കും ആ റൈറ്റ് ബാക്ക് പൊസിഷന് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷനിൽ ഏർപ്പെടുക. ഒരു പേഴ്സണൽ ആഗ്രഹമാണ് ഐബാനെ ഈ മത്സരത്തിലെങ്കിലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉൾപ്പെടുത്താൻ. ഡിഫൻഡിംഗിൽ മാത്രമല്ല, മുന്നേറ്റത്തിലേക്കുള്ള സപ്പോർട്ടും കൃത്യമായ ക്രോസുകൾ നൽകാനൊക്കെ വിംഗ് ബാക്കുകൾ ഉതകണം. അത്തരത്തിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടും സന്ദീപിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഐബൻ തന്നെയാണ്. പിന്നെ ചിലർ മെൻഷൻ ചെയ്തു സന്ദീപിനെ മാത്രമേ ക്രിറ്റിക്സ് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഡാനിഷ് ഫറൂഖ് എന്ന് പറയുന്ന പ്ലെയറും ഇതുപോലെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡാനിഷ് ഫറൂഖ് കളിക്കുന്ന പൊസിഷനിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ല. ആകെയുള്ളത് വിപിൻ മോഹനാണ്. പുള്ളി ഇഞ്ചോർഡ് ആയ ഒരു അവസ്ഥയാണ്. ഇഞ്ചുറിയുടെ അപ്ഡേറ്റ് എന്താണെന്ന് ആർക്കും അറിയില്ല. പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ക്ലബ്ബ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാർക്കറ്റിൽ ഡിഫൻസീവ് മിഡിനെ തിരയുന്നു എന്ന് പറയുന്ന റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ ഓക്കെ, ഹോർം ഇപ്പം സസ്പെൻഷൻ കഴിഞ്ഞ് കളത്തിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ ആര് വന്നാലും ഡിഫൻസ് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഫോർമേഷൻ 4-2-3-1 ആൻഡ് സ്ട്രാറ്റജി അറ്റാക്ക് ത്രൂ നോവ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് അത് പാളിപ്പോയി, നമ്മൾ തോറ്റുപോയി എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അത് മാറ്റാനുള്ള മനോഭാവമെങ്കിലും മിനിമം കാണിക്കണം. ഒരു മത്സരത്തിലല്ല, ഒരുപാട് മത്സരത്തിൽ സെയിം കളി, സെയിം റിസൾട്ട്, സെയിം തോൽവി. പലരും പറയുന്നുണ്ടായിരുന്നു നോവ കാരണമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരേ ഗെയിം രീതി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നോവ സദോയിലേക്ക് പാസ് കൊടുക്കുക. അപ്പോൾ നോവയുടെ ക്രോസുകളെങ്കിലും ഫൈനൽ തേർഡിൽ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കും
നടക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് എതിർ ടീമുകൾ കൃത്യമായി റീഡ് ചെയ്യുകയും ആ മുന്നേറ്റങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തകർക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു സ്ട്രാറ്റജി തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നോവ സൊദോയെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താതിരിക്കണം. ഒരു സൂപ്പർ സബ് റോൾ എന്ന രീതിയിൽ നോവ സൊദോയി പെർഫെക്റ്റ് ആണ്. പക്ഷെ കളത്തിൽ ഹീസസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നോവയെ പുറത്തിരുത്തിയിട്ടുള്ള ഒരു ലൈനപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ബോൾഡ് ഡിസിഷൻ കോച്ച് എടുക്കുക എന്നുള്ള കാര്യം സംശയമാണ്. സോ വാട്ട് എവർ, പുതുവർഷത്തിലെ ആദ്യത്തെ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. ഒരു വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ സ്ട്രാറ്റജിയുമായിട്ട് പുതിയ കളിരീതിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കാം. അപ്പോൾ കളി കഴിഞ്ഞിട്ട് കാണാം.